footing ആണ് ഡിസൈൻ ആൻഡ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കമ്പൈൻഡ് ഫൂട്ടിംഗ് ആൻഡ് ഫൈൽ ക്യാപ്പ് ആസ് പെർ ദ ഗിവൻ ഡീറ്റെയിൽസ് പറഞ്ഞാണ്ട് കുറച്ച് തന്നിട്ടുണ്ട്. കോളം സൈസ്, സർവീസ് ലോഡ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ബിയറിംഗ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഫൂട്ടിംഗ് ഡീറ്റെയിലിംഗ് പറഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്കിന്റെ ഏതെങ്കിലും എടുത്താൽ മതി, നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട. ഞാൻ എന്ത് ചെയ്തു? സ്റ്റാഡ് പ്രോഗ്രാം എടുത്തു. ഇപ്പൊ നമുക്ക് ഫൂട്ടിങ് അഡ്വാൻസ്ഡ് ആയി ചെയ്യണമെന്നുണ്ടെങ്കിലാണ് അത് യൂസ് ചെയ്യുക. നമുക്ക് എന്ത് ഫൂട്ടിംഗ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതിനനുസരിച്ചാണ്. അതിന് എന്ത് വേണം? നമുക്ക് റൺ ചെയ്ത് സക്സസ് ആയ, അതായത് റൺ ചെയ്ത് 0 എററിൽ കിട്ടണ ഏതെങ്കിലും പ്രൊജക്ട് വേണം. ജസ്റ്റ് നോക്കാം. ഇത് നോക്കാം. ഞാൻ ആവശ്യം ചെയ്ത് റൺ ചെയ്ത് നോക്കാം കേട്ടോ. 0 എറർ ആവണം. ഓക്കെ, റൺ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉണ്ട് ഫൗണ്ടേഷൻ ഡിസൈൻ. ഒന്നെങ്കിൽ ഇതിലൂടെ തുറക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലുണ്ടാവും സ്റ്റാഡ് ഫൗണ്ടേഷൻ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാഡ് ഫയൽ ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഓക്കെ അടിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതവിടെ ഇമ്പോർട്ട് സ്റ്റാഡ് പ്രോ. ഇമ്പോർട്ട് സ്റ്റാഡ് പ്രോ എടുത്താണ് ഞാൻ എന്ത് ചെയ്തു? ഇതിൽ ഏതാണെന്ന് എനിക്ക് നെയിമിംഗ് അറിയില്ല, അതുകൊണ്ട് ഞാൻ അപ്പുറത്തുനിന്ന് എക്സ്പോർട്ട് ചെയ്യണം. ഫൗണ്ടേഷൻ ഡിസൈൻ എന്ത് ചെയ്യാം? ഈ ലോഡ്സ് ഫുള്ള്, അതായത് എക്സ്ക്ലൂഡഡ് ഫ്രം ഡിസൈൻ, അതായത് ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് ലോഡ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് ബാക്കിയുള്ള ഈ ഡിസൈൻസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് കോളം സൈസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ഇത് ഡ്രോ ചെയ്യുമ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അത് ഞാൻ മൈൻഡ് ചെയ്യണില്ല. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ടൈം എടുക്കും. പിന്നെ ലോഡും കാര്യങ്ങളും സർവീസ് ലോഡ് കൊടുക്കാനും സോയിൽ ബെയറിംഗ് അപ്പുറത്തെ കൊടുക്കുക. പിന്നെ ഈ ഫൗണ്ടേഷൻ ഡെപ്ത് M25 സ്റ്റീൽ ഗ്രേഡും അതൊക്കെ നമ്മൾ ഡിസൈനിൽ കൊടുക്കലുണ്ട്. FC FI മീൻ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇതൊക്കെ നമ്മളിത് ഡിസൈൻ ചെയ്യുമ്പോഴാണ്. ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് ഫുൾ ഇൻക്ലൂഡ് ചെയ്താണ് ഞാൻ സ്റ്റാഡ് ഫൗണ്ടേഷൻ അഡ്വാൻസ്ഡ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയി ഓപ്പൺ ചെയ്ത് വരില്ല. നമുക്ക് അടിയിലുണ്ട്, അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ അടിക്കുക. ഇന്റർഫേസ് ഒക്കെ നല്ല മാറ്റം ഉണ്ടാവും. അത് ഏറ്റവും വലിയ ഇതൊന്നും ഉണ്ടാവില്ല, കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫൗണ്ടേഷൻസ് മാത്രം വരുള്ളൂ. ഇതിൽ 4 ഫൗണ്ടേഷൻസ് നമ്മൾ വെച്ചു. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൗണ്ടേഷൻസ് മാത്രം വരുന്ന ഒരു വിൻഡോ വരിക. കണ്ടോ? 4 പോയോ? വ്യൂല് ഇതൊക്കെ പോയതാണ്. ഓക്കെ, 4 നമുക്ക് 3D വ്യൂല് തന്നിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ഇതിന്റെ നമ്പറിങ്ങും ഇതിന്റെ ആക്ഷനും ഒക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് ചെറുമട്ടത്തിൽ ലോഡ്സും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ലോഡ് കൊടുക്കാൻ പറ്റുന്ന മറ്റൊടുത്തുനിന്നാണ്. അതായത് അതിൽ ലോഡ് കൊടുത്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനാണ് കുറച്ചുകൂടെ സുഖം. പിന്നെ ഇതിൽ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാഡ് ഇമ്പോർട്ട് സ്റ്റാഡ് പ്രോ, അതായത് സ്റ്റാഡ് ഫയലിന്റെ പേര് അറിയണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മതി. എനിക്ക് പേര് അറിയാത്തതുകൊണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്, വ്യൂസും കാര്യങ്ങളൊക്കെയാണ് അടുത്തത്. ഇവിടെ കുറച്ച് വ്യൂസും കാര്യങ്ങളുണ്ട്. പോവാണല്ലോ. വേറെ ഫയൽ എടുക്കേണ്ടി വരും മിക്കവാറും. ഇത് കാര്യം ചെയ്യാം, വേറെ ഫയൽ എടുക്കാം.
analysis. Okay. Include our add. നോക്കാം. നമ്മളിപ്പോൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ജോബ് ക്രിയേറ്റ് ചെയ്യണം വേണ്ടി. അതായത് ജോബ് സെറ്റപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ ജോബ് പറഞ്ഞാണ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണെന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. അതിന് മുന്നേ നമുക്കുണ്ട് സോയിൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് ഈ ക്യൂവിൽ കൊടുത്തിട്ടുള്ള ലോഡ്സും കാര്യങ്ങളും കാണാം. പിന്നെ വേരിയബിൾ സോയിൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമ്മൾ ചില സ്ഥലത്തിന്റെ ഇതെടുക്കും കണ്ടീഷൻ അനുസരിച്ച് അതിന്റെ സോയിൽ ടെസ്റ്റ് ചെയ്ത് കാണാൻ അതിന്റെ പ്രോപ്പർട്ടീസും ബെയറിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ എടുക്കലുണ്ട്. അപ്പൊ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കണ്ടാണ് നമ്മൾ ഇതിന്റെ വാല്യൂസ് എടുക്കുക. മെയിൻ ആയിട്ട് സോയിലും കാര്യങ്ങളൊക്കെയാണ്. ആങ്കർ ബോൾട്ടും ആങ്കർ ബോൾട്ട് ലൈബ്രറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സ്റ്റീൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആങ്കർ ബോൾട്ട് ലൈബ്രറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് എ ന്യൂ ജോബ്. അതായത് ഒരു ഫയൽ സേവ് ചെയ്ത് കാണല്ലേ, നമുക്ക് ആദ്യം ലൊക്കേഷനും കാര്യങ്ങളും കൊടുത്താൽ സ്റ്റാഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് എ ന്യൂ ജോബിൽ ഞാൻ എന്ത് ചെയ്തു, ഐസൊലേറ്റഡ് ബൂട്ടിംഗ് ആണ് കൊടുക്കണം. ഐസൊലേറ്റഡ് ജസ്റ്റ് നെയിമിങ് കൊടുത്തു. അതേമാതിരി ഇവിടെ ജോബ് ടൈപ്പ് ഉണ്ട്. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫൈൽ ക്യാപ്പ് ആണോ, മാറ്റ് ആണോ, കമ്പൈൻഡ് ആണോ, ഒക്ടഗണൽ ആണോ, എന്ത് ടൈപ്പ് ആണെന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഐസൊലേറ്റഡ് ആക്കി കൊടുത്തു. ആ ഐസൊലേറ്റഡ് നോക്കണം. പിന്നെ ഡിസൈൻ കോഡ് നമുക്ക് വരുന്നത് എന്താ, ഇന്ത്യൻ ആണ്. ഇന്ത്യനിൽ നമുക്ക് വേർഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ വരും IS 456 2000 ആണ് നമ്മളെ വേർഷന്. പിന്നെ ഇതാ ഡിഫാൾട്ട് ഇൻപുട്ട് യൂണിറ്റ് SI യൂണിറ്റിലാണ് ചെയ്യുന്നത്. പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മളിപ്പോഴും അസൈൻ ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്യണുള്ളൂ, ജോബ് സെറ്റ് ചെയ്യണുള്ളൂ. എന്നിട്ട് എന്താ ഈ ലോഡ്സിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇക്യൂവിന്റെ ലോഡ് വേണ്ടെന്നുണ്ടെങ്കിൽ ഋത്വിക്കിന്റെ ലോഡൊക്കെ ഒഴിവാക്കുക. അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഫുൾ എടുത്താണ് ഞാൻ ക്രിയേറ്റ് ജോബ്. ജോബ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് ആയി. ഇവിടെ ഐസൊലേറ്റഡ് പോർട്ടിംഗ് ജോബ് പറഞ്ഞിട്ട് ജോബ് ആയിട്ടൊന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഡിസൈൻ പാരാമീറ്റേഴ്സ് എടുത്താൽ നമുക്ക് എന്താവും, കോൺക്രീറ്റ് ആൻഡ് റീൻഫോഴ്സ്മെന്റിന്റെ നമുക്ക് കിട്ടിയ വാല്യൂസ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യേണ്ട വാല്യൂസ് നമുക്ക് ഇവിടെ കൊടുക്കാം. ചേഞ്ചസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് 25 കൊടുത്തിട്ടുണ്ട്. മിനിമം ബാർ സ്പേസിങ് 50 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മിനിമം പെഡസ്ട്രിയൽ ബാർ സൈസ് കാര്യങ്ങൾ നമുക്ക് ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ചസ് ചെയ്യാം. അറിയണ മാത്രം ചെയ്യാം. അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, സെറ്റ് ആസ് ഡിഫാൾട്ട് കുറച്ച് ഡിഫാൾട്ട് വാല്യൂസ് ഒരു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് യെസ് കൊടുത്താൽ അത്യാവശ്യം തെറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡിഫാൾട്ട് ആയിക്കാണ്ട് സേഫ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ഓയിൽ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, നമുക്ക് ഇതാ കവർ ആൻഡ് സോയിലിൽ സോയിലിന്റെ കുറച്ച് എന്ത് ചെയ്യാം, പെഡസ്ട്രിയൽ ക്ലിയർ കവർ, പെഡസ്ട്രിയൽ തമ്മിലുള്ള ക്ലിയർ കവറും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തോ ബിയറിംഗ് കപ്പാസിറ്റി എന്തോ തന്നിട്ടുണ്ട് തോന്നുന്നു. സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി 300 തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി 120 ഇതിലുണ്ട്. ഞാൻ എന്ത് ചെയ്തു, 300 ആക്കി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം അറിയണം. എത്രയോ വാല്യൂസ് നമുക്ക് അറിയണം. അതൊക്കെ ഇതിന് ടെസ്റ്റ് കിട്ടണം. ടെസ്റ്റ് കിട്ടിയാൽ നമുക്ക് റിസൾട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ. മിനിമം എല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ ഐഡിയ ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ അതേമാതിരി ഫൂട്ടിംഗ് ജോമെട്രി, ഫൂട്ടിങ്ങിന്റെ ജോമെട്രീസ്, മിനിമം ലെങ്ത് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇതൊന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യെസ് ആക്കി കൊടുക്കുക. അതായത് സെറ്റ് ആസ് ഡിഫോൾട്ട് ആണ് യെസ് അടിച്ചു കൊടുത്താൽ അത്യാവശ്യം കൊടുക്കും. പിന്നെ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യാം. ഇതിന് ഞാൻ ജസ്റ്റ് ഡിസൈൻ ചെയ്യാണ്. യെസ് അടിച്ചാൽ എന്താവും, സേവ് ആസ് അടിച്ചാണ്, കാരണം അത് നമുക്ക് ആവശ്യമുണ്ട്. സേവ് ആസിൽ സേവ് ആസ് അടിച്ച് ഇതിന്റെ എലവേഷൻസും കാര്യങ്ങളൊക്കെ അത് അവിടെ തന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് കാണിച്ചു തരാം. അവിടെ റിസൾട്ട് റൺ ആവുന്നുണ്ട്. ഇതിൽ എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വാല്യൂസ് പറ്റൂല എന്നുണ്ടെങ്കിലോ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടൂല. ഇതിലിപ്പോ തന്നതാ ഐസോലേറ്റഡ് ഫൂട്ടിംഗ് 1. ഈ 1 എന്നുള്ള ഫൂട്ടിങ്ങിന്റെ എന്ത് ചെയ്യാ, ഇതാണ് 1. ഇപ്പൊ ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ, അപ്പൊ നമുക്ക് ആവശ്യമില്ല. ഇതാണ് 1. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് 1ന്റെ എന്ത് ചെയ്യാ, ഫൂട്ടിംഗ് നമ്പർ 1, ഗ്രൂപ്പ് ID കാര്യങ്ങൾ, ലെങ്ത് ഇത്രയാണ്, വിഡ്ത്ത് ഇത്രയാണ്, തിക്നെസ് ഇത്രയാണ്.
അതിൽ ഓരോന്നും ബോട്ടം റീൻഫോഴ്സ്മെന്റ് ഡയാമീറ്റർ 12 അറ്റ് 135 സെന്റർ ടു സെന്റർ എന്നാണ് ഡീറ്റെയിൽ ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ടോ? ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഫൂട്ടിങ്ങിനുള്ള എല്ലാ ഡീറ്റെയിലും നമുക്ക് കിട്ടും. മാക്സിമം സ്പേസിങ്, മിനിമം സ്പേസിങ്, സോയിലിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും സേഫ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് തരും. TQന്റെ ലോഡും കാര്യങ്ങളും വെക്കുമ്പോൾ എന്താ കാര്യങ്ങളൊക്കെ നമുക്ക് തരും. ഇത് ഫൂട്ടിങ് 1 ആണ്. നമ്മളെന്താ ശരിക്കും നമ്മള് ഇതൊരു ഓർഡർ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം സെയിം സ്പേസിങ്ങും കാര്യങ്ങളും ആയതുകൊണ്ട് അത്യാവശ്യം വാല്യൂസ് ഒക്കെ സെയിം ആകാരം. ചേഞ്ചസ് ഉണ്ടാവും കുറവാണ്. പക്ഷെ എപ്പോഴും നമ്മളെ സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ആവുക. ചിലപ്പോൾ അവിടെ കുറെ ചിലതിന് വലിയ സ്ട്രക്ചർ ആയാലും 4 നില ഉണ്ടാവും, ചിലതിന് സിംഗിൾ ആകാരം. അതിന്റെ ചേഞ്ചസും കാര്യങ്ങളും ലോഡ്സിനൊക്കെ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് ഓരോന്നിന്റെ ആയിട്ട് കിട്ടാൻ എന്ത് ചെയ്യാം, കാൽക്കുലേഷൻ ഷീറ്റിട്ട് ഓരോന്ന് 1 മാത്രമാണ്, ഇത് 2ൻ്റെത്, ഇത് 3ന്റെ 4ന്റെ 5ന്റെ 31 എന്നൊക്കെ പറയാണെങ്കിൽ ഡയറക്റ്റ് 31 പോകാൻ കാരണം എന്താ, അവിടെ 1 2 3 4 5 31 32 33 34 35 61 അങ്ങനെയാണ്. ഇതിന്റെ നമ്പർ തന്ന പ്രകാരമാണ് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേഷൻ ഷീറ്റിൽ എന്ത് കിട്ടും, ഓരോ ഫൂട്ടിങ്ങിനെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കിട്ടും. ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇത് കാണിക്കും. അത് 130 mm സെന്റർ ടു സെന്റർ ആണ്. 1ന്റെ എത്രയാണ്, ഇത് തോന്നുന്നു 135 കാരണം 135 കണ്ട. അങ്ങനെയുള്ള ചേഞ്ചസ്, ഈ കാര്യപ്പെട്ട ചേഞ്ചസ് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം എടുത്തും ഒരേ ഓർഡറിലും ഒരേ ലോഡുമാണ് എല്ലായിടത്തും വരുന്നത്. ഒറ്റ സ്ട്രക്ചറാണ്, ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ ഓരോ സൈഡിക്ക് വിൻഡും ഇതൊക്കെ ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ കാൽക്കുലേഷൻ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടും. ഇനി ഇത് ഗ്രാഫ് ഉണ്ടാവില്ല ഇതിന്. GA ഡ്രോയിങ് ഇതവിടെ നമുക്ക് ഇതിന്റെ എന്തുണ്ട്, ഫൂട്ടിങ്ങിന്റെ ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് ഓരോ ഫൂട്ടിങ്ങിനും എന്താ സൈസസും കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ചെക്ക്ഡ് വൈ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ഷെഡ്യൂൾ ഡ്രോയിങ്ങും കാര്യങ്ങളും അതിന്റെ ഓരോന്നിന്റെയും സെപ്പറേറ്റ് വേറെ വേറെ ഡീറ്റെയിൽസ്, എല്ലാത്തിന്റെ കോളം നമ്പറും കോളം പെഡസ്റ്റിയലും അതിന്റെ മീറ്റേഴ്സും, അതായത് മീറ്ററിലോ 1 മീറ്ററിലും ബ്രെഡ്ത്തിലും ഒക്കെ കഴിക്കാണ്ട് നമുക്ക് 0.300 0.300 പറഞ്ഞ എല്ലാത്തിന്റെയും ഡിസൈൻ ചെയ്യാനുള്ള സൈസസും കാര്യങ്ങളൊക്കെ തരും. സ്റ്റീൽ വാറും 12 135, ഇതവിടെ 135 130 130 135 കാര്യങ്ങൾ 105 വരെ ഉണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ കറക്റ്റ് എന്ത് ചെയ്യാം, അസൈൻ ചെയ്താണ്ട് ഡീറ്റെയിൽ ചെയ്താണ്ട് നമുക്ക് തരും. ഇനി അതേമാതിരി നമുക്ക് എന്ത് ചെയ്യാം, ഇത് 41ന്റെ പിന്നെ ഡീറ്റെയിൽ ഡ്രോയിങ് ഉണ്ടാവും. ഇവിടെ ഓരോന്നിന്റെ ഡീറ്റെയിൽ ഡ്രോയിങ് നമുക്ക് കിട്ടും. അതായത് ഇതിന്റെ എലവേഷൻസ്, സെക്ഷൻസും ടോപ്പിയും പ്ലാനും എല്ലാം ഉണ്ടാവും ഇതിൽ. ഇതൊക്കെ നമുക്ക് സേവ് ചെയ്യാനും ഡ്രോയിങ്സ് എടുക്കാനും സേവ് ഡ്രോയിങ് ആസ് പറഞ്ഞിട്ട് AutoCAD ഫയലായിട്ട് നമുക്ക് കിട്ടും. സേവ് ചെയ്താൽ AutoCAD ഫയലും, പിന്നെ നമുക്ക് കുറെ വേർഷൻസ് ഉണ്ട്, JPG JPG കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യുന്ന വെച്ചാൽ അത് കിട്ടും. ഓരോ കൂട്ടിങ്ങിനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കിയാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് കിട്ടും. ചെറിയ വാല്യൂസിന്റെ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ ഈ മോഡലിന്. പിന്നെ അതേമാതിരി GA ഡ്രോയിങ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ഡ്രോയിങ് ആസ് ഇതിൽ സേവ് ചെയ്ത് കൊടുക്കുക. കാൽക്കുലേഷൻ ഷീറ്റിൽ എന്ത് ചെയ്യാം, പ്രിന്റ് കാൽക്കുലേഷൻ ഷീറ്റ്, ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് സേവ് ചെയ്യാം. ഓരോ ഷീറ്റിന്റെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് 94ന്റെ ആണ്. ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഐസൊലേറ്റഡ് കോട്ടിങ്. ഇനി നമ്മൾ കണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ജോമെട്രിയിൽ. കോൺക്രീറ്റ് ഡിസൈൻ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. കോൺക്രീറ്റ് സ്റ്റീൽ റീൻഫോഴ്സ്മെന്റും കാര്യങ്ങളും ഡീറ്റെയിലിംഗ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് അതിന്റെ സെക്ഷൻസും കാര്യങ്ങളും നോക്കുക. പിന്നെ അതേമാതിരി ഇതിൽ ക്ലിയർ കവറിന്റെ സ്പേസിങ്, ക്ലിയർ എത്ര വേണ്ടിയെന്ന് ഇതിലുണ്ടാവും. ക്ലിയർ എന്ന് പറഞ്ഞാലുണ്ടാവും. അതിന്റെ സ്പേസിങ്, ഡെപ്ത് ഓഫ് വാട്ടർ ടേബിൾ എത്ര കൊടുത്തിട്ടുണ്ട് വെച്ചാൽ നമുക്ക് മനസ്സിലാവുള്ള സെറ്റപ്പിൽ ചെയ്യുന്നതാണ്. പിന്നെ ഫൂട്ടിങ് ജോമെട്രിയിൽ ഇതാ FT ആണ്, ഇത് എത്ര തന്നിട്ടുണ്ട് ഇതിൽ. FT മിനിമം തിക്നെസ്, FI ടോപ്പിൽ നോക്കിയാൽ FW ഇതാ ഇവിടെ. അങ്ങനെ ഓരോന്നിന്റെ മെഷർമെന്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് പറ്റൂല എന്നുണ്ടെങ്കിൽ എന്താവും, എറർ വന്നാണ് നിൽക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് മാറ്റി കൊടുത്ത് കറക്റ്റ് ഓർഡറിൽ വന്നാൽ അത് കിട്ടുള്ളൂ, റിസൾട്ട് കിട്ടുള്ളൂ. എങ്ങനെയാണ് ഇത് നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ് ചെയ്തത്. നമുക്ക് അടുത്ത് നോക്കാം. ഐസൊലേറ്റഡ് ഫൂട്ടിങ് എന്താണെന്ന് അറിയില്ല. നമ്മൾ കണ്ടിട്ടുണ്ടാവും. വർഷത്തിൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങള്
എന്ത് ചെയ്യാം, അടുത്ത് നോക്കാം. ഇതൊക്കെ ഞാൻ സേവ് ആസ് ചെയ്തുകൊണ്ട് സെയിം പ്രൊജക്ട് എടുക്കാണ്. ഇതിൽ നമുക്ക് കമ്പൈൻഡ് എടുക്കാം. കമ്പൈൻഡ് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എടുത്ത് വരണം. ഇങ്ങനെ മൂലക്കുള്ള നമ്മൾ അങ്ങനെ കമ്പൈൻ ചെയ്യില്ല. അത്യാവശ്യം എടുത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്യാൻ പറ്റും. സെയിം മെത്തേഡ് നമുക്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ജോബ് സെറ്റ് ടേബിൾ ക്രിയേറ്റ് ജോബ് ഞാൻ എന്ത് ചെയ്തു, കമ്പൈൻഡ് ആക്കി. ഇവിടെ എന്ത് ചെയ്തു, ഐസൊലേറ്റഡ് ഉള്ളത് ഞാൻ എന്ത് ചെയ്തു, കമ്പൈൻഡ് ആക്കി. കമ്പൈൻഡ് വോട്ടിംഗ് ആക്കിയാണ്ട് നമ്മൾ എന്ത് ചെയ്തു, കോഡ് എന്നൊക്കെ നമ്മൾ സേവ് ചെയ്യുന്ന കണ്ടീഷൻ നമ്മളെല്ലാം ചെയ്യാം. ഇത് കൊടുത്താണ് ലോഡ് ഞാൻ ഫുൾ ആഡ് ചെയ്തു. ക്രിയേറ്റ് ജോബ് കൊടുത്തു. ക്രിയേറ്റ് ജോബ് കൊടുക്കുന്നതിന് മുന്നേ അത് കമ്പൈൻ ചെയ്യാണ്ടായിരുന്നു. ഒരു മിനിറ്റ്. ഒന്നുകൂടെ ക്രിയേറ്റ് ആക്കാം. ഇത് ഫുള്ള് ഇതാക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കമ്പൈൻഡ് ആണ്, സിംഗിൾ അല്ല. നമുക്ക് ഡിസൈഡ് ആയ ഏതൊക്കെ കമ്പൈൻ ചെയ്യണം. അതിന് ഞാൻ എന്ത് ചെയ്തു, വ്യൂ ടാബില് ടോപ്പ് എടുത്തു. ടോപ്പ് എടുത്താണ് എന്ത് ചെയ്തു, നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യണം. ഞാൻ ഇപ്പൊ ഈ 4 കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, 4 കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ജോബ് കൊടുത്തു. ഓക്കെ അടിച്ചിട്ട് എന്ത് ചെയ്തു, ഈ 4 ഞാൻ സെലക്ട് ചെയ്താണ് എന്ത് ചെയ്തു, ക്രിയേറ്റ് ഫ്രം സെലക്ടഡ് നോട്ട്സ് ആക്കി. അതായത് 41 C1 ഒറ്റ ഒന്ന് റോള് ഫുള്ള് എന്താ ഈ C1 എന്നുള്ള രീതിക്ക് ഞാൻ കമ്പൈൻ ചെയ്ത് വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇത് ഇങ്ങനെ കമ്പൈൻ ചെയ്യണമെന്ന് കൂട്ടിക്കോ. ക്രിയേറ്റ് ഫ്രം സെലക്ടഡ് നോട്ട്സ്, ഇത് C2 ആയി കമ്പൈൻ ആയി. C3 നമുക്ക് ഇഷ്ടമുള്ള മാതിരി നമുക്ക് വേണ്ട രീതിയിൽ കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഞാൻ 4 ഇങ്ങനെ ആക്കിയാണ്ട് കമ്പൈൻ ചെയ്തു. കമ്പൈൻ ഞാനോട് ക്രിയേറ്റ് കമ്പൈൻഡ് ഫൂട്ടിങ് പറ്റൂല എന്ന് പറയണ്ട. ഒന്നുകൂടെ നോക്കല്ലോ. പറ്റൂല, കണ്ടോ, 4 പറ്റൂല. പറ്റാത്തവര് പറയും ഇത് ഇത് റെഡ് കാണിക്കേണ്ടത്. നമുക്ക് കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടെണ്ണം കമ്പൈന് ഇത് ഇങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ കേട്ടോ. കമ്പൈൻ ചെയ്തു. ഇങ്ങനെയൊക്കെ ഞാൻ കമ്പൈൻ ചെയ്തു. കണ്ടോ, ക്രിയേറ്റ് ജോബ്. ഓക്കെ, 1 1 1 ഉള്ളതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കൂട്ടിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ഡീറ്റെയിൽസ് ഉള്ളതൊക്കെ കൊടുക്കുക. ഇതിൽ നമുക്ക് കവർ സോയിലും കാര്യങ്ങളും കൊടുക്കാം. ഇതൊക്കെ ഞാൻ വാല്യൂസ് ഒക്കെ പറഞ്ഞു. നമ്മളൊന്നും ചേഞ്ച് ചെയ്തില്ല, ഒക്കെ ഡിഫോൾട്ടായി കൊടുത്താണ്ട് നമുക്കൊന്ന് റിസൾട്ട് നോക്കാം. യെസ്, കോളം യെസ്, ഉള്ള വാല്യൂസ് ഫുള്ള് നമുക്ക് കൊടുക്കാം. നമ്മുടെ വാല്യൂസ് ഉള്ളത് നമ്മൾ കൊടുക്കുന്നില്ല. ജസ്റ്റ് അനലൈസ് ചെയ്തു സേവ് ആസ് കൊടുക്കാൻ നമുക്ക് ആവശ്യം ഉണ്ടാവും. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. എന്താ എററാണ് കേട്ടോ, നമുക്ക് ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. സെറ്റപ്പിൽ
രണ്ട് ജോബ് ഉണ്ടായിനോ അതുകൊണ്ടേക്കാരം നമുക്ക് നോക്കാം. എങ്ങനെ കുറച്ച് ഐസൊലേറ്റ് സെപ്പറേറ്റ് ചെയ്താൽ മതി, അതായത് കമ്പൈൻ ചെയ്യാതൊക്കെ മതി. സെപ്പറേറ്റ് പീസായിട്ട് മാറ്റി വെച്ചാൽ മതി. ഇതെന്തോ ഫെയിലർ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Sorry. ഒന്നുകൂടെ ആ, ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. Right. ഇത് ഫുൾ ആഡ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, അതാണ് റെഡ് ആയത്. ഒന്നുകൂടെ ഡിസൈൻ ചെയ്ത് നോക്കാണ് ഡിസൈൻ വരാനായിട്ട്. ഒരിട്ടം ചിലപ്പോൾ ഇതുകൊണ്ട് ഐസൊലേറ്റഡ് ചെയ്തുകൊണ്ട് റിസൾട്ട് വരാതൊക്കെ ഉണ്ട്. സേവാസ് അടച്ചിട്ടുണ്ട്, സേവ് അടിച്ചാൽ കിട്ടലില്ല, സേവാസ് അടിച്ചിട്ട് കിട്ടേണ്ടതാണ്. കമ്പൈൻഡ് ഫൗണ്ടേഷൻ ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൂട്ടി നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാ ഇതേരം 1. അങ്ങനെ 1 2 3 എന്നാണ് നമ്മൾ വരിക്കാണ് ക്രിയേറ്റ് ചെയ്തത്. നേരത്തെ നമ്മൾ 1 2 3 എന്നാണ്ട് 5 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ണിന്റെ ഡിസൈൻസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ തരുന്നുണ്ട്. ഇതവിടെ അതിന്റെ എന്തെങ്കിലും എലവേഷൻസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അതേമാതിരി കാൽക്കുലേഷൻ ചെയ്ത് പോയാൽ നമുക്ക് ഓരോ ബാർസും ഇവിടെ കമ്പൈൻഡ് 3 4 ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാ ഡീറ്റെയിലും കിട്ടും. ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചാണ് ഇതാ കോളം 61 എന്ന് പറഞ്ഞ കോളത്തിന്റെ 61 മൂന്നാമത്താണ്. അതിന്റെ സെപ്പറേറ്റ് അതിലുണ്ട്. അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് വേറെ കിട്ടും, കമ്പൈൻഡ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടും. ഇനി ലോഡ്സും കാര്യങ്ങളും സോയിൽ ബെയറിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതും എല്ലാ റിസൾട്ടും ഈ കിട്ടും. എത്ര കൂട്ടിക്കണ്ടേ? നമുക്ക് ആകെ 5 കൂട്ടിക്കിട്ടുള്ളൂ. വരിക്ക് 5 നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. 1 2 3 4 5 പറഞ്ഞാണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് ഉണ്ടാവും. ഡീറ്റെയിൽഡ് ഷെഡ്യൂൾ ഡ്രോയിങ്, ഡ്രോയിങ് എന്താ അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കൂട്ടിങ്സ്, കാൽക്കുലേഷൻ ചെയ്തിട്ട് ഗ്രാഫ്. ഗ്രാഫ് വേറെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ലെങ്ത്തും മീറ്ററിലും സൂം ചെയ്യാൻ കിട്ടണില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യാം, കമ്പൈൻഡ് നമ്മൾ കമ്പൈൻ ചെയ്ത് കണ്ടാണ് സെറ്റ് ചെയ്യാം. വാല്യൂസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, കുറേ വാല്യൂസ് നമുക്ക് കൊടുക്കാണ്ട് നമുക്ക് റിസൾട്ട് കറക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ചിലത് ഇത്ര കൂടാൻ പാടില്ല, എത്ര കുറയാൻ പാടില്ല എന്നൊക്കെ റൂൾസ് അല്ല, അതിന്റെ സേഫ്റ്റി ഉണ്ട്. അതായത് ബിയറിംഗ് കപ്പാസിറ്റിന്റെ ഉള്ളിൽ വന്നാലേ നമ്മളെ സ്ട്രക്ചർ സേഫ് ഉള്ളൂ എന്നൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് തെറ്റിച്ച് കൊടുത്താൽ എന്താകും, റിസൾട്ട് കിട്ടൂലാന്നുള്ളൂ. ഏഹ് സേഫ് അല്ല, ഫെയിൽ ആണെന്നുള്ള രീതിക്ക് റിസൾട്ട് കിട്ടൂല എന്ന് നേരം വരാം. അപ്പൊ ഇനി നമുക്ക് ഒരു ഇത് ഫയലും പാടി ചെയ്യാം. ഫയൽ നമുക്ക് ഒരു വേറെ ഫയൽ എടുക്കാം. ഇതിൽ ഫയൽ ചെയ്യേണ്ട ഫയൽ നമുക്ക് ചേർത്ത് ഏതെങ്കിലും എടുക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത് റൺ ചെയ്തിട്ടില്ല, ഇത് വേറെ ക്ലാസ്. ഇത് നാലിലല്ലോ. ആ, ഫയൽ ചെയ്യാൻ ഞാൻ ജസ്റ്റ് റൺ ചെയ്ത് നോക്കി. 0 കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഇതിലൊന്നും ഫയൽ ചെയ്യലില്ല, പക്ഷെ നമുക്ക് 4 കൂട്ടിങ്ങളുടെ രീതിക്ക് നമുക്ക് ഫയലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഇതേ മിക്കവാറും പോയത് കഴിഞ്ഞത് ഫയലാക്കി കണ്ടീഷൻസ് ചേഞ്ച് ചെയ്തു ഇന്ത്യക്ക് എസ് ഐ യൂണിറ്റ് അരിയാണ്ട് ഇത് ഫുൾ അരിയാണ്ട് ക്രിയേറ്റ് ജോബ് കൊടുത്തു ഓക്കെ അടിച്ചു അങ്ങനെ ഫയൽ ക്യാപ് ജോബ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതിലുണ്ട് നമുക്ക് ഡിസൈൻ പാരാമീറ്റേഴ്സ് ഉള്ളത് കൊടുക്കുക അതേമാതിരി ഫയൽ ലേഔട്ട് എടുത്താൽ എന്ത് ചെയ്യുക വ്യൂ ഫയൽ അറേഞ്ച്മെന്റ് എടുത്താൽ നമുക്ക് ഫയൽ അറേഞ്ച്മെന്റ് എന്ന് പറയും ഫയൽ ലേഔട്ട് പ്രീ ഡിഫൈൻഡ് ആണ് ഞാൻ കാര്യമായിട്ട് പറയുന്നത് ഫയൽ അറേഞ്ച്മെന്റ് എടുത്താൽ നമുക്ക് ഇതാണ് ഫയൽ ടു പറഞ്ഞ ഫയൽ അറേഞ്ച്മെന്റ് ഉണ്ട് അതായത് ടു ഇതില് രണ്ട് ഷേപ്പ് ഉണ്ട് ഒറിജിനൽ വെർട്ടിക്കലി മൂന്നെണ്ണം ഉള്ളത് അങ്ങനെയുള്ള അഞ്ചെണ്ണം ഉള്ളത് കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ വലിയ സ്ട്രക്ചേഴ്സിന് ഇത്രയും കാണും നമ്മൾ ഗൂഗിളിൽ കണ്ട് കുറേ സ്പീഡ് ഇറക്കി വെച്ചിട്ടുള്ളത് അത് ഇതുപോലുള്ള വലുതാണ് ഇതിൽ തുടങ്ങിയ കണ്ട് ടു ഫയൽ അറേഞ്ച്മെന്റ് തുടങ്ങിയത് അതായത് സിംഗിൾ ഫയൽ ഉണ്ടാവലുണ്ട് ഒറ്റ ഫയൽ മാത്രം ഇറക്കി വെക്കുന്നുണ്ടാവലുണ്ട് ആ ഇതിൽ എന്തുകൊണ്ട് വന്നില്ലാന്ന് ചോദിച്ചാൽ ഈ സ്ട്രക്ചർ കുറച്ച് ചെറുതായിരുന്നു ഇതിന് ടു മുതല കൊടുക്കാൻ പറ്റുള്ളൂ വണ്ണ് കൊടുക്കാൻ പറ്റൂല എന്നുള്ള രീതിക്കാണ് ഈ വണ്ണില്ലാത്തത് നമ്മൾ വലിയ ഏതെങ്കിലും സ്ട്രക്ചർ എടുത്താൽ ചിലപ്പോൾ നാലിലോ അഞ്ചിലോ ആയിരിക്കും തുടങ്ങുക വണ്ണ് ഉണ്ടാവില്ല ടു ഉണ്ടാവില്ല ത്രീ ഉണ്ടാവില്ല ഫോർ ഉണ്ടാവില്ല ഫൈവിലൊക്കെയാണ് ചിലപ്പോൾ തുടങ്ങുക അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ സ്ട്രക്ചറിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് വലിയ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ എന്താവും ഇതിന്റെ കൗണ്ട് കുറഞ്ഞു വരും ഏത് മുതലേ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് ഓല ഓൾറെഡി അസൈൻ ചെയ്ത് കാണാൻ ചെയ്തു ഞാൻ എന്ത് ചെയ്തു ഫോർ സപ്പോർട്ട് വണ്ണിന് എന്ത് ചെയ്തു ഇത് ചെയ്ത് കാണാൻ ഞാൻ എന്ത് ചെയ്തു കൺഫേം സെലക്ഷൻ കൊടുത്തു ഓക്കെ കൊടുത്തു എന്ത് ചെയ്തു ടു എടുത്തു ടൂവിന് ഞാൻ ഏതാ ഞാൻ ജസ്റ്റ് വേറെ ഏതെങ്കിലും എടുത്തു കൺഫേം സെലക്ഷൻ ഇതിന് ഓരോന്നും നമ്മൾ ഓരോന്ന് അസൈൻ ചെയ്ത് കൊടുക്കണേ വണ്ണിന് ഞാൻ കൊടുത്ത ഏതാ ഇങ്ങനെയാണ് ടൂവിന് ഞാൻ ഇങ്ങനെയും കൊടുത്തു ത്രീക്ക് ഞാൻ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം ജസ്റ്റ് വേറെ ഏതെങ്കിലും മോഡൽ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കൺഫേം സെലക്ഷൻ ഓക്കെ ഫോറിന് ഞാൻ ചെയ്യാണ് അതിന്റെ ഫയൽ അറേഞ്ച്മെന്റ് ഞാൻ വണ്ണെന്ന് കൊടുത്തു ഞാൻ നാലെണ്ണത്തിനും നാലെണ്ണം കൊടുത്തിട്ടുണ്ട് പലതും പല മോഡലിലാണ് കൊടുത്തിട്ടുള്ളത് വെറുതെ ട്രൈ ചെയ്യാനാണ് എന്നിട്ട് എന്ത് ചെയ്യാം ഡിസൈൻ ചെയ്ത് നോക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ നമ്മൾ കൊടുത്ത് ഫയൽ ലേഔട്ടിലാണ് ഡിസൈൻ ചെയ്ത് നോക്കുകയാണ് ഓരോന്ന് എന്താ അവസ്ഥ നോക്കാം ഫയൽ ക്യാപ്പ് വണ്ണ് ഫയൽ അറേഞ്ച്മെന്റും കാര്യങ്ങളും അതിന്റെ സൈസും കാര്യങ്ങളും ഇതാ ഈ ടൈപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിന് വരുന്ന സ്റ്റീൽ ബാർസും കാര്യങ്ങളും കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഓരോന്ന് തരും ക്യൂ എടുത്താൽ നമ്മളെങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഹോറിസോണ്ടൽ ജോമെട്രി ഡ്രോയിങ് ഷെഡ്യൂൾസ് വണ്ണിന്റെ ഫോറിന്റെ ത്രീ ത്രീൻ്റെ ഇങ്ങനെയാണ് ഓരോന്നിന്റെ സൈസും വിടുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തരും അതായത് കുറച്ചും കൂടി നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ നന്നായിട്ട് സുഖം ഈ ഫൗണ്ടേഷൻ ഷെയ്ഡൊക്കെ പിന്നെന്താ ഉള്ളത് കാൽക്കുലേഷൻ ചെയ്തിട്ട് പോയിക്കാണ്ട് വണ്ണിന് ടൂ ഞാൻ ത്രീ ആക്കി ത്രീയിലാണ് നമ്മൾ കുറേട്ടത് ഇതിൽ കാൽക്കുലേഷൻ ഈസ് പെർഫോമഡ് വിത്ത് 0.300 mm. The required final depth is 0.360 ആണ്. Please redesign with 0.360. ഇത് നമുക്കൊന്ന് റീഡിസൈൻ ചെയ്ത് നോക്കാം അങ്ങനെ എന്ത് ചെയ്യാം കാൽക്കുലേഷൻ ഈസ് പെർഫോംഡ് വിത്ത് 0.300 mm. റിക്വയർഡ് ഫൈനൽ ഡെപ്ത് 360 ആണ് വേണ്ടത് അപ്പൊ ഇത് ഫെയിലർ ആണ് ഇതെന്ത് ചെയ്യാം പ്രീ ഡിഫൈൻഡ് എടുത്താണ്ട് ത്രീയിലല്ല പറഞ്ഞത് ഇത് ഫയൽ ക്യാപ്പ് ത്രീ എടുത്താണ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് ത്രീയിൽ ലിഫ്റ്റ് കാരണം 0.360 കൊടുത്തു നോക്കണം അങ്ങനെ ഞാൻ ഡിസൈൻ ചെയ്ത് നോക്കുന്നത് കാൽക്കുലേഷൻ ഷീറ്റിൽ ത്രീയിൽ റേസ് ചെറിയ റേസ് ആണെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കാം ഇല്ല അതല്ല ഇരിക്കും ഡിസൈൻ പാരാമീറ്റേഴ്സ്
ഫൈനൽ ഡെപ്ത് ഇവിടെ ഉള്ളത് നോക്കാം നമുക്ക്. കൊടുത്തോക്കാം. ഇവിടെ റീഡ് ചെയ്ത് നോക്കാം. Selection path spacing and evaluation. അതല്ല കേട്ടോ, ഇതാ അപ്പൊ 360 370 പറയണ്ടേ. അപ്പൊ എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് 380 നോക്കുകയാണെങ്കിൽ അങ്ങനെ ഡീസൻറ്റ്. നേരത്തെ 360 പറഞ്ഞില്ല, ഇപ്പൊ 370 പറയുന്നുണ്ട്. വേറെ 380 വെക്കാം. കണ്ടോ, എയറൊക്കെ പോയി, അതിന് റിസൾട്ട് കറക്റ്റ് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് ചെറിയ ചെറിയ എറേഴ്സ് ആണെങ്കിൽ ഒന്നുകൂടെ റീഡിസൈൻ ചെയ്യാൻ പറയും. ഇത്ര കൊടുക്കാനാണ് തരും. നെക്സ്റ്റ് ഈ കോഡിന്റെ കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് ആസ് പെർ IS 456/2000 പറഞ്ഞാൽ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതൊന്നും ചെയ്ത് നോക്കില്ല. 3 ഡിസൈൻസ് ചെയ്ത് നോക്കുക. പുറത്തുനിന്നുള്ള ഓരോന്നിനും സെപ്പറേറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പ്രിന്റ് കാൽക്കുലേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നമുക്ക് ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ കിട്ടും.